കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ എന്ന കോമൺ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നില്ല. അല്ല, ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് വിശ്വാസമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, 12-ാം തീയതി ഇറങ്ങുന്ന ഞങ്ങളുടെ സിനിമ കൂടോത്രം, അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട്. പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിച്ചില്ല അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് കൂടോത്രം? നല്ല വിശ്വാസമുണ്ട്. ഒരു മന്ത്രശക്തി ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫില് എന്ത് മാറ്റം ആദ്യമുണ്ട്? സ്വഭാവം ശരിയാക്കും. ശരിയാക്കാൻ വിചാരിക്കും എനിക്ക് നല്ല പവർ കിട്ടുവാണെങ്കിൽ ഡിനോയുടെ സ്വഭാവത്തിന് അത് ഞങ്ങളൊക്കെ കുറച്ച് ഫാൻസ് ഉണ്ട്, അത്രയും മോശമാണ്. ഇതൊക്കെ ചുമ്മാ ഒരു പറയണതാ. സെറ്റിലെ ഏറ്റവും നല്ല മനുഷ്യൻ ഞാനാ. ഞങ്ങൾ രണ്ടുപേരും അടിയിലൂടെയാണ് ഫസ്റ്റ് പരിചയപ്പെട്ടത്, പക്ഷെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആണ്. റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, അടിയിലൂടെ തുടങ്ങുന്നതാണല്ലോ ഏറ്റവും അടിപൊളിയാണ്. അങ്ങോട്ടും കൂടി ഭയങ്കര അടി. ആക്ച്വലി ഞാൻ ബേസിക്കലി കുറച്ചും കൂടി ഒരു എനിക്ക് മറ്റേ പ്രശ്നമുണ്ട്, ഞാൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. ഞങ്ങൾക്ക് കണ്ടപ്പോഴേ തോന്നി എന്തോ പ്രശ്നമുണ്ടാകും. എന്റെ അസിസ്റ്റന്റ് ഉണ്ട്, ഇവന്റെ കൂടെ അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ടീമുണ്ട്. ഞാൻ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ വണ്ടി നിർത്തി വൊമിറ്റ് ചെയ്ത്. അപ്പൊ ഞാനിങ്ങനെ ദുഷ്ടൻ ഒന്ന് വന്ന് നോക്കുന്ന പോലും ഇല്ലല്ലോ, നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ്. അപ്പൊ പക്ഷെ ഞാൻ വിചാരിച്ചു ഇത്ര ജാട ഇവനൊന്ന്, പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് ജാട ഉണ്ടെന്ന്. ഇല്ല, നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ഒരു ശീലം കൂടോത്രം ഉപയോഗിച്ച് മാറ്റാൻ കഴിഞ്ഞാൽ ആരായിരിക്കും ആ സുഹൃത്ത്? എന്തായിരിക്കും ശീലം? അതായത് ഞാൻ പറയാം, ശീലം ഇങ്ങനെ പെട്ടെന്ന് മറ്റേ നാഗവല്ലിയായി. ഞാൻ സാധാരണ ആ ഒരു ലുക്കിലല്ല ഞാൻ ബാംഗ്ലൂരില്, യുനോ ഐ ഡോണ്ട് ലിവ് ദാറ്റ് ലൈഫ് അറ്റ്ലീസ്റ്റ്. സോ അങ്ങനെ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് അത് കുറച്ചും കൂടി ചാലഞ്ചിങ് ആയി തോന്നി. സോ ഇവിടെ സർ കഥ നറേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നുവെച്ചാൽ എനിക്ക് ഇത് ചെയ്യണം, ബിക്കോസ് ഒരു 4 years ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു മലയാളം സിനിമ ചെയ്യുന്നത്. സോ അങ്ങനെ ഞാൻ വിചാരിച്ചു ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു കം ബാക്ക് ആൻഡ് ഡു എ ക്യാരക്ടർ ലൈക്ക് ദിസ്. സോ അങ്ങനെ എല്ലാവരും മീറ്റ് ചെയ്ത് നമ്മളിപ്പം ഒരുമിച്ച് ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരുന്നു. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, ബിക്കോസ് ഇറ്റ് വാസ് ഓൺ ടോപ്പ് ഓഫ് എ ഹിൽ, ആ വെയിലത്ത് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഐ തിങ്ക് എല്ലാവരും പുട്ട് ഇൻ ദെയർ ബെസ്റ്റ് ടു മേക്ക് ദിസ് ഫിലിം വർക്ക്. ഹായ്, ഹലോ, നമസ്കാരം. സൈനാസത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജന ജോസ് പ്രകാശ്. കൂടോത്രം എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്നെൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ആണ്. ഒരുപാട് സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു. ഞാൻ കുറച്ചു മുമ്പാണ് ഡയറക്ടറിനെ ഇന്റർവ്യൂ ചെയ്തത്. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് സംസാരിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ട്, ഒന്നത് പോസ്റ്റ് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കൊള്ളാലോ ഈ പടം എന്തൊക്കെയോ തിയേറ്ററിൽ കാണാനുണ്ട് എന്ന പ്രതീക്ഷയാണ് തരുന്നത്. നിങ്ങൾ 4 പേരോട് ചോദിക്കുകയാണെങ്കിൽ കൂടോത്രം എന്ന സിനിമ എന്താണ് പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? എല്ലാ രീതിയിലുള്ള ഇമോഷൻസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിരിക്കും കൂടോത്രം. പിന്നെ ലവ്, പിന്നെ ഫാമിലി, പിന്നെ ഹൊറർ, അങ്ങനെ കുറെ ഇതിന്റെ എസൻസ് അടങ്ങിയിട്ടുള്ളതാണ്. കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ഇടുക്കിയില് വെള്ളിമല എന്ന് പറഞ്ഞ സാങ്കല്പികമായിട്ടുള്ള ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു ടെറൈനിൽ നടക്കുന്ന കഥയാണ്. ഒരു 7 ഫാമിലീസ് ഉണ്ട് അവിടെ. അവിടുത്തെ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. ജോഷു എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. പിന്നെ ഇവരെല്ലാവരും ഓരോരോ ഫാമിലീസ് ഉള്ളവരാണ്. ക്യാരക്ടറിനെ പറ്റി അല്ല ഞാൻ പ്ലാൻ ചെയ്ത മറ്റേ ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നല്ലേ? സോ ഡിനോയ് പറഞ്ഞ പോലെ ദിസ് ഇസ് വാട്ട് കൂടോത്രം ഇസ് അബൌട്ട്. ഒരു സബ്ജക്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബ്രേക്കിംഗ് എ മിത്ത്. ഈ നമ്മുടെ ഈ വില്ലേജിൽ നടക്കുന്ന ഒരു മിത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതാണ് ഈ ഒരു പടം. അതില്ലാതെ എൻ്റെ ക്യാരക്ടറിന്റെ പേര് അഞ്ജനയാണ്. സോ ഒരു എന്താ പറയുക, ഞാൻ ഡിനോയിന്റെ പേരാണ് ഈ പടത്തിൽ. കുറെ സോങ്സ് ഒക്കെ പടത്തിൽ മാത്രം ഡിനോയ്. ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ഗേൾഫ്രണ്ടാണ് സിനിമ കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഗേൾ ഫാൻസിനൊന്നും വിഷമിപ്പിക്കില്ല എക്സ്പ്രഷൻ.
മനസ്സിലായി. ഭയങ്കര ഫാൻസ് ആണല്ലോ വിജയ്. അത് പറയും കൂടോത്രത്തിനെ പറ്റി പറയാനല്ലോ. അങ്ങനെ സോ എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുന്നത്, ഞാൻ സാധാരണ ആ ഒരു ലുക്കിലല്ല ഞാൻ ബാംഗ്ലൂരിൽ യുനോ ഐ ഡോണ്ട് ലിവ് ദാറ്റ് ലൈഫ് അറ്റ്ലീസ്റ്റ്. സോ അങ്ങനെ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് അത് കുറച്ചും കൂടി ചാലഞ്ചിങ് ആയി തോന്നി. സോ ഇവിടെ സർ കഥ നറേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നെ സാർ എനിക്ക് ഇത് ചെയ്യണം, ബിക്കോസ് ഒരു 4 yearsന്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു മലയാളം സിനിമ ചെയ്യുന്നത്. സോ അങ്ങനെ ഞാൻ വിചാരിച്ചു ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു കം ബാക്ക് ആൻഡ് ഡു എ ക്യാരക്ടർ ലൈക്ക് ദിസ്. സോ അങ്ങനെ എല്ലാവരും മീറ്റ് ചെയ്ത് നമ്മളിപ്പം ഒരുമിച്ച് ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരുന്നു. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, ബിക്കോസ് ഇറ്റ് വാസ് ഓൺ ടോപ്പ് ഓഫ് എ ഹിൽ, ആ വെയിലത്ത് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഐ തിങ്ക് എല്ലാവരും പുട്ട് ഇൻ ദെയർ ബെസ്റ്റ് ടു മേക്ക് ദിസ് ഫിലിം വർക്ക്. സോ അങ്ങനെ ഇപ്പം 12th നമ്മുടെ പടം റിലീസ് ചെയ്യാൻ പോവാണ്. സോ ഐ എം എക്സൈറ്റഡ് ബിക്കോസ് ഞാൻ ആക്ച്വലി ഫൈനൽ ഔട്ട് ഞാൻ കണ്ടിട്ടില്ല, ഡബ് ചെയ്തിട്ടില്ല. സോ അങ്ങനെയാണ് ഞാനും ഐ എം ഓൾസോ ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാനും ഫുൾ പടം കാണുന്നത്. ബിക്കോസ് ചില സീൻസ് ഡിനോയും ഞാനും മാത്രമായിരുന്നു കൂടുതൽ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിരുന്നത്. സോ ബാക്കി ആർട്ടിസ്റ്റിന്റെ കൂടെ ആ ഒരു ചാൻസ് കിട്ടിയില്ല. സോ അവരുടെ സൈഡ് ഓഫ് ദി സ്റ്റോറി എനിക്ക് അത്ര അറിയത്തില്ല. സോ വെൻ ഐ വാച്ച് ദ ഫിലിം എനിക്ക് തന്നെ ഐ വിൽ ബി ഏബിൾ ടു ഗ്യാദർ ഓൾ ദ ബിറ്റ്സ് ടുഗദർ ആൻഡ് വാച്ച് ഇറ്റ്. സോ അതെ, റോൾ നമ്പർ 2 ഇതില് വൈച്ചേട്ടന്റെ വൈഫ് ക്യാരക്ടറാണ്, മേരി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എപ്പോഴും എനിക്ക് സിനിമകൾ ഓ ബേബിയാണ് മലയാളത്തിൽ ഞാൻ ലാസ്റ്റ് ചെയ്തത്. അതിലും കുറച്ച് ബോൾഡ് ആൻഡ് നെഗറ്റീവ് ഷെയ്ഡ് ഒരു ഇതുള്ള ക്യാരക്ടറാണ്. പറന്തുപോ ചെയ്തതും കുറച്ച് മോഡേൺ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു എക്സൈറ്റഡ് ആണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു നാടൻ ടൈപ്പ് ഓഫ് പക്ക ഒരു ഹോംലി ക്യാരക്ടറാണ്. അതെ, അത് ഞാനാണ്. അപ്പോൾ കുറച്ച് മേരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര സ്നേഹനിധിയായ ഒരു ഭാര്യ, 3 കൊച്ചുകൾ, പിള്ളേർ 3 പേരായിട്ട്. പിന്നെ മനോഹരി ആൻറ്റി ഉണ്ട് ഇതിൽ, വൈചേട്ടൻ്റെ അമ്മ ക്യാരക്ടറാണ്. അപ്പം കുറച്ച് ഇമോഷൻ അങ്ങനെ എല്ലാ ഒരു ആർട്ടിസ്റ്റിനെ കുറച്ചും കൂടി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഐ എം ഹാപ്പി. ഈ പറഞ്ഞ പോലെ ഞാനും സിനിമ കംപ്ലീറ്റ്ലി കണ്ടിട്ടില്ല. ഞങ്ങളും ഓഡിയൻസിനെ പോലെ തന്നെ കാത്തിരിക്കുകയാണ്, എന്താണ് എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. പക്ഷെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു എല്ലാം. പിന്നെ അടിപൊളി വിഷ്വൽ, നല്ലൊരു ട്രീറ്റ് ആയിരിക്കും. ഇടുക്കിയിലായിരുന്നു ഇതിൻ്റെ ഫുൾ ലൊക്കേഷനും. ഈ പറഞ്ഞ പോലെ ലൊക്കേഷനും ഭയങ്കര ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ചെയ്തതാണ്. കാരണം അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇടുക്കിന്ന് കേൾക്കുമ്പോഴേക്കും ഭയങ്കര തണുപ്പാണ്. അങ്ങനെയൊന്നുമല്ല, നല്ല ചൂടത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത എക്സ്ട്രീം ക്ലൈമറ്റ് ആണ്. ഡ്യൂറിംഗ് ദ ഡേ ചൂടാണ്, നൈറ്റ് ചൂടാകുമ്പോൾ എക്സ്ട്രീം തണുപ്പാണ്. സോ ബോൺഫയർ ഒക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത്. അത്രയ്ക്ക് തണുപ്പായിരുന്നു. ഒരു വലിയ മലയുടെ മുകളിൽ, അതില്ലാതെ വെള്ളത്തിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു മരം പോലും ഇല്ല, ഒരു തണൽ പോലും നമുക്കില്ല. ടെറൈനിലുണ്ടെന്നുള്ളൂ. നമ്മള് മെയിൻ ഷൂട്ട് ചെയ്ത ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തൊരു ഏരിയ ഉണ്ട്, അവിടെ ഫുള്ള് പാറയാണ്. ഈ പാറയിലൊക്കെ മേളില് സണ്ണാണുള്ളത്, വേറെ ഒന്നുമില്ല, ഷെയ്ഡൊന്നുമില്ല. അതെ, 5-6 ദിവസം ഞങ്ങൾ അവിടെ തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിന്നിട്ടുണ്ട് ഷൂട്ടിന് വേണ്ടിട്ട്. സ്ക്രീനെല്ലാം പോയി. കഷ്ടപ്പാടാണെന്നല്ല പറയണത്, അതാണ് നമ്മുടെ കഷ്ടപ്പാടല്ല, നമ്മുടെ ജോലി, നമ്മുടെ എഫേർട്ടാണ്. പക്ഷെ കുറച്ചും കൂടി മറ്റു സിനിമകളിൽ നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ക്യാരക്ടറും ഞാനും ഭയങ്കര ആഗ്രഹിച്ചിരിക്കുന്നു. നമ്മളെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാത്തതിനെ കൊണ്ട് ഐ എം വെരി ഹാപ്പി. പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ആദ്യ സിനിമയാണ്, ചേട്ടന്റെ സിസ്റ്റർ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഇത്തവണത്തെ ഇന്റർവ്യൂല് ഈ കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ എന്ന കോമൺ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് വിശ്വാസമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, 12-ാം തീയതി ഇറങ്ങുന്ന ഞങ്ങളുടെ സിനിമ കൂടോത്രം, അതിലെനിക്ക് നല്ല വിശ്വാസം. ഞാൻ വിശ്വസിച്ചു, അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നല്ല വിശ്വാസമുണ്ട്. പ്രഷർ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പാണ്. അത്ര നല്ലൊരു പടമാണ്. എല്ലാ തരത്തിലും ഫുൾ പാക്കേജ്ഡ് ആയിട്ട് വരുന്ന ഒരു പടമാണ്. എന്താ പറയുന്നത്, റൊമാൻറ്റിക് ആയിട്ടുള്ള സാധനമുണ്ട്, ഫാമിലിയാണ് ഫാമിലി, അങ്ങനെ എല്ലാ രീതിയിലും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്ങനെ ഒരു റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? കുറെ ചോദ്യങ്ങൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
ആരാ ഫസ്റ്റ് ഡിനോയ്. കോമൺ എല്ലാവരോടും ചോദിക്കാം. ആ ബോയ്സ് പെൺപിള്ളേർ ആദ്യം ആൺകുട്ടികളെ അവസരം കൊടുക്കും. ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളായ ആദ്യം ഒരാണ് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ കോമൺ ചോദിക്കാം, ഓരോരുത്തർ പറഞ്ഞാൽ ഓക്കെ. ജീവിതത്തില് ഒരു മന്ത്രശക്തി ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫില് എന്ത് മാറ്റം ആദ്യം കൊണ്ടുവരും? ഒരു സൂപ്പർ പവർ പോലെ നമുക്ക് ഉണ്ടെങ്കിൽ വാട്ട് വിൽ ബി ചേഞ്ച് ഇൻ ദ വേൾഡ്? നിങ്ങളുടെ ലൈഫില് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളിൽ മാറ്റം വരും? ആദ്യം ഇവരൊക്കെ പറയണം നോക്കട്ടെ. അതെ പറയാം. ഓക്കെ, പ്രൊഡ്യൂസർ പറയൂ. ഇപ്പൊ മാറ്റം സംഭവിച്ചോണ്ടിരിക്കുവാ. എങ്കിലും അറിയില്ല, ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. നല്ലൊരു ദൈവിക ശക്തി കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു ശക്തിയല്ലേ, അപ്പൊ അത് നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കും. ഇപ്പൊ എടുത്തു പറയാൻ തക്കവണ്ണം എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യും. ഒരുപാട് കുറെ എന്താ പറയുന്നത്, കുറച്ച് പേർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യും. തീർച്ചയായിട്ടും ചെയ്യും. ഇവിടെ നിങ്ങളുടെ ലൈഫിലാവാം, വേറെ ആളുടെ ലൈഫിലാവാം, എന്താവാം. അതായത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഒരു സൂപ്പർ പവർ കിട്ടാണ്. ഒരു സൂപ്പർ പവർ കിട്ടുന്ന സമയത്ത് എന്താണ് ചെയ്യാ? സ്വഭാവം ശരിയാക്കും അല്ലെ? ഡിനോയുടെ സ്വഭാവം ശരിയാക്കാൻ. എനിക്ക് നല്ല പവർ കിട്ടുവാണെങ്കിൽ ഡിനോയുടെ സ്വഭാവത്തിന് അത് ഞങ്ങളൊക്കെ കുറച്ച് ഫാൻസ് ഉണ്ട്, അത്രയും മോശമാണ്. ഇതൊക്കെ ചുമ്മാ ഒരു പറയണതാ. സെറ്റിലെ ഏറ്റവും നല്ല മനുഷ്യൻ ഞാനാ. ഉറപ്പിക്കാവോ? പിന്നെ 100% ഇതൊക്കെ പിന്നെ എനിക്ക് സൂപ്പർ പവർ കിട്ടുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് എന്താ പറയാ, ഈ മൊത്തം ഈ ലോകത്തു നിന്നൊന്ന് പുറത്തു പോയിട്ട് എനിക്ക് ഈ ലോകം എനിക്ക് കാണണം. പക്ഷെ എന്നെ കുറിച്ച് എങ്ങനെയാ അത് പറയാ, അത് കണ്ട് എന്റെ ഫാമിലി എല്ലാരും കണക്ട് ചെയ്ത് ഞാനൊക്കെ അവിടേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു വരണം, എന്നിട്ട് വീണ്ടും ജീവിക്കണം. അത്രേ ഉള്ളൂ. എനിക്ക് സൂപ്പർ പവർ ഉണ്ടെങ്കിൽ ഐ വാണ്ട് ടു ഹീൽ പീപ്പിൾ. ഹീലിംഗ് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെയോ റീല് കണ്ടു ഇൻസ്റ്റഗ്രാമിൽ തന്നെയാണ്. പക്ഷെ പറഞ്ഞത് ഭയങ്കര പോയിന്റ് ആണ്. എന്തെങ്കിലും സൂപ്പർ ഉണ്ടെങ്കിൽ ആക്ച്വലി ഈ ഇന്റർവ്യൂ ആണ് ഞാൻ ഭയങ്കര ഒരു പ്രശ്നക്കാരാണ്. അല്ല, പുറമേ കാണുമ്പോ അധികം സംസാരിക്കില്ല. ഞാൻ ആംബിയോട്ടാണ്. ആംബിയോട്ടാണ് ഞങ്ങള് ഫസ്റ്റ് പരിചയപ്പെടുന്നത്. അതെ അതെ, ഇവരെല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. ഞങ്ങൾ രണ്ടുപേരും അടിയിലൂടെയാണ് ഫസ്റ്റ് പരിചയപ്പെട്ടത്. പക്ഷെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആണ് ഇപ്പൊ. റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് അടിയിലൂടെ തുടങ്ങുന്നതാണ് ഞങ്ങൾക്ക് ഭയങ്കര അങ്ങോട്ടും കൂടി ഭയങ്കര അടി. ആക്ച്വലി ഞാൻ ബേസിക്കലി കുറച്ചും കൂടി ഒരു എനിക്ക് മറ്റേ പ്രശ്നമുണ്ട്. ഞാൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. ഞങ്ങൾക്ക് കണ്ടപ്പോഴേ തോന്നി എന്തോ പ്രശ്നം ഉണ്ടാവും. ചേച്ചി ഷാർപ്പ് ടൈമിന് വന്നിരുന്ന ഞാനാണ്. രാവിലെ വണ്ടി വന്നാ ഞാൻ അവിടെ ഉണ്ടോ, വണ്ടി വരും. അത്രയും പെർഫെക്ഷനിസ്റ്റ് ആണ്. ഞാൻ ലൈഫിലും ഭയങ്കര ടൈം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇവരൊന്നും ഞാൻ കണ്ടല്ല. അപ്പൊ അല്ലല്ല, ഞങ്ങളൊക്കെ സെയിം ഹോട്ടലിലാണ്. അപ്പൊ എനിക്കും ഡിനോയ്ക്കും സെയിം വണ്ടിയാ. ഫ്രണ്ടില് അതിനൊരു 30 കിലോമീറ്റർ 20 കിലോമീറ്റർ യാത്രയുണ്ട് ലൊക്കേഷനിലേക്ക്. അപ്പൊ മോർണിംഗ് ആണ്, ഫുൾ ഹെയർ പിൻസ് ആണ്. എനിക്കാണെങ്കിൽ ഫ്രണ്ടിൽ ഇരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. ഇവൻ ബാക്ക് പെയിൻ എനിക്കറിയില്ല. അപ്പൊ എനിക്കറിയില്ല, എനിക്ക് ആ സംഭവം എനിക്കറിയില്ല. അല്ലല്ല, അതെനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്റെ അസിസ്റ്റന്റ് ഉണ്ട്, ഇവന്റെ കൂടെ അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ടീമുണ്ട്. ഞാൻ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വണ്ടി നിർത്തി വൊമിറ്റ് ചെയ്ത്. അപ്പൊ ഞാനിങ്ങനെ ദുഷ്ടൻ ഒന്ന് വന്ന് നോക്കുന്ന പോലും ഇല്ലല്ലോ. നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് അങ്ങനെയായിരുന്നു. അപ്പൊ പക്ഷെ കാരണം ഞാൻ ഇറങ്ങിക്കൊടുത്തു. എനിക്ക് അറിയില്ലായിരുന്നു അപ്പോഴും ഇവന്റെ കണ്ടീഷൻ ഇങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞാൻ വണ്ടി നിർത്തി വൊമിറ്റ് ചെയ്തു. ഇവനിങ്ങനെ
നല്ല ആറ്റിറ്റ്യൂഡ്. എന്ത് പയ്യനാ ഇവൻ എന്ത് ഇങ്ങനെ നമുക്ക് തോന്നുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്ര ജാട ഇവനെന്ന്. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് ഇല്ല സർജറിയുടെ കാര്യമൊക്കെ അറിഞ്ഞപ്പോ ഓക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഏറ്റവും നല്ല ഫ്രണ്ട്സ് നമ്മളായിരിക്കും, അത്ര കൂട്ടായി. വെറുതെ പറയാ പക്ഷെ സിനിമയിൽ ചാൻസ് വെച്ചാൽ തരില്ല. ഇവിടെ സൂപ്പർ പവർ പറഞ്ഞായിരുന്നോ? പറയാൻ സമ്മതിക്കണ്ട. എന്റെ അടുത്തേക്ക് വരുമ്പോ ഇവരു കണ്ടോ കേക്കട്ടെ. സൂപ്പർ പവർ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് പോയല്ലോ മറന്നു. എനിക്ക് അത്യാവശ്യം ആക്ടറായിട്ട് ഞാൻ ആക്ടറായി മാറാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ആക്ടറായിട്ട് തന്നെ ലൈഫ് ലോങ് പോണമെന്നുണ്ട്. എൻഗേജ്ഡ് ആയിട്ടുള്ള പവറിൽ തന്നെ നിക്കണം. അതെ തന്നെ നിക്കണമെന്നുണ്ട്. എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് എനിക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. അത് ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരാൾക്കും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പൊസിഷനിൽ കീപ്പ് ചെയ്ത് നിൽക്കാൻ പാടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. വേറെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇപ്പൊ ഭൂമിയുടെ പുറത്തു പോയിട്ട് സാറ്റലൈറ്റ് ആവണമെന്നോ അങ്ങനെ എനിക്ക് അങ്ങനെ എന്റെ ജോലിയൊക്കെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് പോവാ, ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നല്ലാതെ വേറെ സൂപ്പർ പവർ ഒന്നും എനിക്ക് വേണം. കാരണം എനിക്ക് അത് തന്നെ പാടാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആളൊരു റൈറ്റർ, ഡയറക്ടർ, ഓൾറെഡി ഈ പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ വരുമ്പോ അവസരങ്ങൾ തരിക. നേരത്തെ പറഞ്ഞൊന്നും ചോദിച്ചിട്ട് തരുന്നില്ല. അതെ ഓൾറെഡി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എത്രയോ പ്രാവശ്യം മുഖത്തൊക്കെ പറഞ്ഞു തരില്ല. ഇതൊക്കെ ചുമ്മാ പറഞ്ഞ അല്ല ഞാൻ കേട്ടു, ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു ഞാൻ ഡിനോയിന്റെ അടുത്ത് പറഞ്ഞു പെൺകുട്ടികളോട് ഇരിക്കരുത്. ഞങ്ങൾ ഡിനോയിന്റെ അടുത്ത് പറഞ്ഞു ഡിനോയ് നിന്റെ അടുത്ത പടം വരല്ലേ, നമ്മളൊക്കെ വിളിക്കും, ഫ്രണ്ട്സ് അല്ലേ നമുക്കല്ല. ഞാൻ വിളിക്കാന്ന് പറഞ്ഞു ഫോണിൽ ചുമ്മാ ഹാലോ എന്റെ അടുത്ത പടം അതല്ലാതെ ഇപ്പൊ ഓൾറെഡി സംഗീത മമിതയുടെ ഒരു സിനിമ അനൗൺസ് ആളുകൾ കാത്തിരിക്കും. അതിൽ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നാണ് ഡിനോയ് പറയണത്. വേറെ അങ്ങനെയല്ല പറഞ്ഞത്. ഒന്നാമത്തെ കുറച്ച് വിവരക്കുറവ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞ സംഗീത മമ്മിയുടെ കാസ്റ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളത് ആവണം എന്ന് പറഞ്ഞപ്പോഴേക്കും അതങ്ങനെ. എങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ കാണുമ്പോഴും അതന്നെയല്ലേ ചോദിക്കുക എന്തായി, പ്രതീക്ഷിക്കാം. അത് പ്രഷർ വരുന്നുണ്ടോ ശരിക്കും? കാരണം ഇത് ആളുകൾ കാത്തിരിക്കുകയാണ് ആ ഒരു കോംബോ ഞങ്ങൾ കാണാൻ വേണ്ടിട്ട്. പ്രഷർ എനിക്ക് എന്നെ അങ്ങനത്തെ പ്രഷറുകൾ ബാധിക്കാറില്ല. എന്നെ വേറെ പ്രഷറുകളാണ് ബാധിക്കുന്നത്. ഇപ്പൊ ഈ ഇന്റർവ്യൂല് വന്നിരുന്ന് ഇങ്ങനെ ഇവര് ചെയ്യുന്ന ഒരു പ്രഷർ എന്തിനാണ് എന്തെങ്കിലും ചെയ്തോ അല്ലേ? ആളുകൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരാഴ്ചയായിരുന്നെങ്കിൽ ഇവരെന്നോട് മിണ്ടൂലായിരുന്നു. ആദ്യത്തെ സിനിമയിൽ ചോദിച്ചു നോക്കിയില്ലേ, മിണ്ടി തുടങ്ങിയപ്പോ പിന്നെ ഇവർക്ക് എന്റെ തലയിൽ കയറാം. അതാണ് ഞാൻ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ഒരു ശീലം കൂടോത്രം ഉപയോഗിച്ച് മാറ്റാൻ കഴിഞ്ഞാൽ ആരായിരിക്കും ആ സുഹൃത്ത്, എന്തായിരിക്കും ശീലം? അതായത് ഞാൻ പറയാം, ശീലം ഇങ്ങനെ പെട്ടെന്ന് മറ്റേ നാഗവല്ലിയായി. ഞാനോ ഒരു ദിവസം ഒരു 250 വർഷം മൈ ഗോഷ് അത് പറയുന്ന ഒരു ശീലമുണ്ട്. അവള് പറയും ഓ മൈ ഗോഡ്. ചിലരുടെ കേക്കുന്ന പറയുന്നത് കേൾക്കുമ്പോൾ അത് നാച്ചുറലി ഫീൽ ആവും. ഓ ഗോഷ് അങ്ങനെയാണ് എന്ത് പറഞ്ഞാലും. ഓക്കെ, അതൊന്നും മാറ്റണം എന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, ഇവിടെ ചോദിക്കുകയാണെങ്കിൽ I want to change Dinoy's nothing. എന്നെ ആരും ഹെൽപ്പ് ചെയ്യണ്ട, എന്റെ സ്വഭാവം to be a little more kind. അല്ല എന്താ കൈൻഡ്നെസ് ഇല്ലാത്ത ഞാൻ ചെയ്തത്? എന്താ ചെയ്തത്? ഇവിടെ ഇപ്പൊ അല്ല ചുമ്മാ കിട്ടിയ ഒരു അവസരം പാഴാക്കി. ആളോട് കുറച്ചും കൂടെ ആ ഒരു സോഫ്റ്റ് ആയിട്ട്. നിങ്ങൾ ഇതിൽ കപ്പിളായിരുന്നു, കപ്പിൾസ് റിയൽ ലൈഫിലല്ല, റിയൽ ലൈഫിൽ അവന് ഗേൾ ഫ്രണ്ട് ഉണ്ട്. പറയട്ടെ പേര്? അങ്ങോട്ട് പറ, ചൂട് റേച്ചൽ. കോൺട്രവേഴ്സിയിലേക്കാണ് പോകുന്നത്. അല്ല, ആ കൊച്ച് എന്തോ ഒരു ക്യാരക്ടർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇതോടുകൂടി അത് നിർത്തിയില്ല അവനെ.
രാവിലെ തൊട്ട് തുടങ്ങിയ ഇന്റർവ്യൂ ആണ്. സോ അതുകൊണ്ട് ചെറുതായിട്ട് നമുക്ക് നമുക്കല്ല മറ്റു പലർക്കും. ഓക്കെ, ഇവിടെ ഒരു റേച്ചൽ പറഞ്ഞു. പറഞ്ഞു. എനിക്കും സെയിം ദിനോയുടെ ക്യാരക്ടർ കുറച്ചും കൂടി ഒന്ന് നല്ലവനാവണം, കുറച്ച് ചിരിക്കണം. അവൻ എങ്ങനെയാ വെച്ചാൽ എനിക്ക് തോന്നുന്നു അവൻ നമ്മളിപ്പോ ഇങ്ങനെ ലൊക്കേഷനിലേക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് അവൻ സംസാരിക്കും, ഭയങ്കര കൗണ്ടറാ. പക്ഷെ അത് പുറത്ത് അവൻ കാണിക്കുന്നില്ല, അതും കൂടി കാണിക്കണം. അങ്ങനെ ഒരു ക്യാരക്ടറും കൂടി ഒന്ന് വളരെ ഇപ്പൊ നമ്മള് മെട്രോ സഞ്ചരിച്ചോണ്ടിരിക്കുന്നു, നമ്മള് മെട്രോയിൽ ഇരുന്നിട്ട് കൗണ്ടർ അടിച്ചോണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നത് ലൊക്കേഷനിലാണ്. നമ്മളവിടെ എന്താണോ അങ്ങനെ ഇരിക്കുന്നത്, വെറുതെ ഇരിക്കുമ്പോ നമ്മള് ചുമ്മാ എന്തെങ്കിലും ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുന്ന സമയത്ത് സ്പേസിൽ ഇരുന്നിട്ട്. അതെ അതെ, പുറത്ത് കാണിക്കണമെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഒരു വൈബ് കണക്ട് ആവണമല്ലോ. എനിക്കിങ്ങനെ എല്ലാവരോടും തമാശ പറയാൻ പറ്റില്ല, ഞാൻ സ്റ്റേജ് ഷോ നടത്തണല്ലോ. കുട്ടിന് പിന്നെ മറുപടി കിട്ടുന്നുണ്ടല്ലേ നന്നായിട്ട്. എനിക്കിപ്പോ നിങ്ങളുടെ സെറ്റ് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നല്ല വീരത്ത് നല്ല തമാശ പൊട്ടിച്ചോണ്ട്. അയ്യോ, സ്റ്റാൻഡപ്പ് കോമഡി ട്രൈ ചെയ്തോടെ. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. തീർച്ചയായിട്ടും ഇതിൻ്റെ കോ പ്രൊഡ്യൂസർ റെജി ജോർജ് കൊന്നത്തറയിൽ, അതാണ് എൻ്റെ ഹസ്ബൻഡ്. അദ്ദേഹത്തിൻ്റെ ഒരു ശീലം മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ മാറ്റാൻ പോകുന്നത്, പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ പുള്ളിക്ക് ഭയങ്കര എന്താ പറയുന്നത് സഹതാപമാണ്. ആ ഒരു സ്വഭാവം ചില സാഹചര്യത്തിൽ ഒട്ടും ശരിയല്ല. അപ്പോൾ അത് ഞാൻ മാറ്റാൻ ശ്രമിക്കും. കാരണം അത് എല്ലായിടത്തും ശരിയല്ല. അത് ചിലരത് മുതലെടുക്കാറുണ്ട്. അതെനിക്ക് മാറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തില്. അല്ല, പ്രൊഡ്യൂസർ ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലല്ല ഞാനിപ്പോൾ പറയുന്നത്, ഞാൻ ആസ് എ പേഴ്സൺ എന്നുള്ള നിലയിലാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്തോ പറയേണ്ടത് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുവാണെങ്കിൽ ഞാനിതേ ചെയ്യുള്ളൂ. അല്ല, ഇത് കേട്ട് കഴിയുമ്പോ എന്റെ കെട്ടിയവരുടെ വീട്ടിൽ കാണാതെ ഇവിടെ നേരിട്ടതൊന്നും കേൾക്കാതിരുന്നത് കാര്യമായി. ഇനിയിപ്പോ ആരും അറിയില്ല, നിങ്ങൾ തമ്മിൽ അല്ല, സത്യമായിട്ട് ഞാൻ ഉള്ള കാര്യമായി പറഞ്ഞു, വെറുതെ പറയാമല്ല. ആ ഒരു കാര്യമായിരിക്കും മാറ്റണമെന്ന് ഞാൻ വിചാരിക്കും. ഞങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു സമയത്തിന്റെ ഒരു പരിധിയുണ്ട്. പക്ഷേ കൂടോത്രം എന്ന സിനിമ ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഇപ്പോൾ ഡയറക്ടറോട് സംസാരിക്കുമ്പോൾ മറ്റു ക്രൂവിനോടും ടീമിനോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത കഷ്ടപ്പെട്ട സിനിമയാണ്. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സാണ്. സോ നിങ്ങൾ എന്തായാലും ഈ സിനിമയുടെ ഭാഗമായത് നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. സോ സിനിമ 12-ന് തിയേറ്ററിൽ എത്തുകയാണ്. ആൻഡ് ഒരു വലിയ വിജയം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് ഡേ ഷൂട്ട് ഞാനും ഉണ്ടാവും. അപ്പം വലിയൊരു ഹിറ്റ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.